ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് കഴിഞ്ഞ 3 പതിറ്റാണ്ടായി കേരളം വിളിച്ച സമരപ്രതീകമാണ് പുഷ്പൻ. സ്വാശ്രയ സമരത്തിനെതിരെയുള്ള ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധത്തിനിടെയാണ് പുഷ്പന് വെടിയേറ്റത്. 5 ഡിവൈഎഫ്ഐ പ്രവർത്തകർ വെടിവയ്പിൽ കൊല്ലപ്പെട്ടിരുന്നു. ശരീരം തളർന്ന് കിടപ്പിലായെങ്കിലും സമരചരിത്രത്തിൽ പുഷ്പൻ നായകൻ തന്നെയായിരുന്നു. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, 1994 നവംബർ 25 കൂത്തുപറമ്പ് ഏർബൻ സഹകരണ ബാങ്കിന്റെ സയാന ശാഖ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു അന്ന് UDF സർക്കാരിൽ മന്ത്രിയായിരുന്ന MV രാഘവൻ. സ്വാശ്രയ വിദ്യാഭ്യാസ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരെ വഴിയിൽ തടയാൻ ഡിവൈഎഫ്ഐ പദ്ധതിയിട്ടതനുസരിച്ച് രാഘവനെ തടയാൻ കൂത്തുപറമ്പിലെത്തിയ പ്രവർത്തകരിൽ പുഷ്പനുമുണ്ടായിരുന്നു. പ്രതിഷേധക്കാർക്കെതിരെ നടന്ന പോലീസ് വെടിവെപ്പിൽ 5 ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൊല്ലപ്പെട്ടു. പുഷ്പനടക്കം 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കർഷക കുടുംബത്തിൽ പിറന്ന പുഷ്പൻ 8ാം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം ബംഗളൂരുവിൽ പലചരക്ക് കടയിൽ ജോലി ചെയ്യുകയായിരുന്നു. അവധിക്ക് നാട്ടിലെത്തിയപ്പോഴാണ് സമരത്തിനെത്തിയതും വെടിയേൽക്കുന്നതും. കഴുത്തിന് പിന്നിലേറ്റ വെടിയുണ്ട സുഷംന നാഡിയേൽപ്പിച്ച ആഘാതം മൂലം കഴുത്തിന് താഴേക്ക് ശരീരം തളർന്ന് കഴിഞ്ഞ 29 വർഷമായി കിടപ്പിലായിരുന്നു. പാർട്ടിയാണ് പിന്നീട് പുഷ്പന്റെ ചികിത്സയും കുടുംബത്തിന്റെ ദൈനംദിന കാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്നത്. 2021 പുഷ്പന് ഡിവൈഎഫ്ഐ വീട് നിർമ്മിച്ചു നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വീടിന്റെ താക്കോൽ കൈമാറിയത്. കൂത്തുപറമ്പ് വെടിവെപ്പ് സമയത്ത് CPIM ജില്ലാ സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന് 2022 അന്ത്യാഭിവാദ്യമർപ്പിക്കാൻ സ്ട്രെച്ചറിൽ പുഷ്പനെത്തിയിരുന്നു. പുഷ്പന്റെ സഹോദരൻ ശശി BJPയിൽ ചേർന്നത് രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ പുഷ്പൻ സഹോദരനെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് പാർട്ടിക്കൊപ്പം നിന്നു. കൂത്തുപറമ്പിൽ കൊല്ലപ്പെട്ട 5 പേർക്കൊപ്പം കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തിൽ ജീവച്ഛവമായി കട്ടിലിൽ കഴിഞ്ഞിരുന്ന പുഷ്പനും ഓർമ്മിക്കപ്പെടാറുണ്ടെങ്കിലും കൂത്തുപറമ്പ് സംഭവത്തെ രാഷ്ട്രീയമായി CPIM ഉപേക്ഷിച്ച സമയത്താണ് പുഷ്പൻ യാത്രയാകുന്നത്. റിസർച്ച് ഡെസ്ക് 24.